ഗൈസ് ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്, വോളറ്റൈൽ ആയിരിക്കും. ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസ് 5% അപ്പാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പണിംഗ് ആവുന്നത് 40-50 പോയിന്റ്. ആൻഡ് US മാർക്കറ്റും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ന് ഓപ്ഷൻ ബയേഴ്സിന് ആക്ച്വലി ഈസി ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 ദിവസം കറക്റ്റ് ഒരു പ്രോപ്പർ റേഞ്ചിലായിരുന്നു. ആ പ്രീവിയസ് ഡേയിലെ റേഞ്ച് ആയിരുന്നു ഇന്നലെ. സോ നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ 24,500 24,600 ഇടയിലാണ് നിഫ്റ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ അവോയ്ഡ് ദ ട്രേഡ്. ഒന്നും ചെയ്യേണ്ട. കാരണം എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഒരു ടൈം ഡി ആയിരിക്കും അവിടെ നടക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിസൈസ് എൻട്രി ആയിരിക്കണം. പ്രീവിയസ് ഡേ ഹൈ ആൻഡ് പ്രീവിയസ് ഡേ ലോയിൽ അവിടെ കോളും പുട്ടും എടുത്തൊരു പ്രിസൈസ് എൻട്രി ആയിരിക്കണം. സോ ബെറ്റർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. സോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഈസി ട്രേഡും കിട്ടും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി റീജിഗ് ആണ്. സോ NSE ഒഫീഷ്യലി ഹവ് അനൗൺസ്ഡ് സെമി ആനുവൽ റീഷഫിൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 50 വരുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള സ്റ്റോക്സ് ആയിരിക്കും നിഫ്റ്റി 50 വരുന്നത്. സോ അതിൽ പുതിയൊരെണ്ണം എൻട്രി ചെയ്യാൻ പോവാണ് BSE. അപ്പോൾ അവിടെ BSE എൻ്റർ ചെയ്യുമ്പോൾ ഔട്ട് പോകും. അത് വിപ്രോ. സോ വിപ്രോ ഇസ് ഗോയിങ് ഔട്ട് ഓഫ് നിഫ്റ്റി. BSE ഈസ് എൻ്ററിങ് ഇൻ ടു നിഫ്റ്റി. സോ ഇവിടെ എസ്റ്റിമേറ്റ് പറയുന്നത് BSE ഏകദേശം ഒരു 7,000 crore ഒരു പാസീവ് ഇൻഫ്ലോ ഉണ്ടാവും. അതുപോലെ വിപ്രോന് ഒരു 2,300 crore പാസീവ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇന്ന് ഹീറോ ട്രേഡ് പ്ലാൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേ അറൌണ്ട് ദീസ് ടു, NSE അല്ല BSE അതുപോലെ തന്നെ വിപ്രോ. അല്ലാതെ ഇൻഡെക്സ് ആസച്ച് നിങ്ങൾ ഒരു ബ്ലൈൻഡ് ബെറ്റ് ചെയ്യാണ്ട് ലോജിക്കലി തിങ്ക് ചെയ്ത് ഞാൻ ഇത്രയും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ BSEയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ആവുന്നതാണ്. സോ ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലാണ് ബിഗർ സ്റ്റോറി. ഇറാൻ ഒമാൻ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഷിപ്പിംഗ് റൂട്ടിൽ. പക്ഷേ ടെൻഷൻ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് ഇറാൻ ദാറ്റ് അഗെയിൻ ഇസ് ഇൻക്രീസിങ്. ഇറാൻ്റെ ഡിമാൻഡ് ഉണ്ടല്ലോ കോമ്പൻസേഷൻ റിലേറ്റഡ് ടു ദ വാർ, അത് ആക്സെപ്റ്റഡ് അല്ല. സോ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹവ് ജംപ് ടു 5%. WTI 82 ആണ്, ബ്രെൻഡ് 87 ആണ്. ബ്രെൻഡ് 90 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര സൈക്കോളജിക്കലി നെഗറ്റീവ് ആണ്. സോ US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ യെസ്റ്റർഡേ 0.11% ഡൗൺ ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് 0.32 ഡൗൺ. അത് US ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നുണ്ട്. സോ അതിന് മുമ്പുള്ള ഒരു കോഷനായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നിഫ്റ്റി ഒരു ക്രൂഡ് ഓയിൽ പ്രൈസ് ഡൗൺ ആണ്, US മാർക്കറ്റ് സ്ലൈറ്റ്ലി ഡൗൺ ആണ്. നിഫ്റ്റി ഒരു 40 പോയിന്റ് ഗ്യാപ് ഡൗൺ ആണ്. അത് അത്ര വലിയൊരു ഗ്യാപ് ഡൗൺ ഒന്നും അല്ല, ബട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. കാരണം 24,500 സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാലും കൂടുതൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെയാണ്. 24,600 കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു റേഞ്ച് ഭയങ്കര ഡിഫൈൻഡ് ആണ്. ബട്ട് വൺ പോസിറ്റീവ് ഇസ് FIIs 2,000 കോടിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേ. കണ്ടിന്യൂസ്ലി ഇപ്പോൾ FIIs ബൈ ചെയ്യാണ്. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ അവർ ഭയങ്കര ഷോർട്ടാണ്, അഗ്രസീവ്ലി ബെയറിഷ് ആണ്. സോ നോർമലി ഞാൻ ക്യാഷ് മാർക്കറ്റിൽ സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്യൂച്ചേഴ്സിൽ സെൽ ചെയ്തിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് എ സെൽ ഓഫ് ഇൻ ദ ക്യാഷ് മാർക്കറ്റ് മേ ബി ഇൻ ദ കമ്മിങ് ഡേയ്സ്, ഇന്നോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും. സോ നിങ്ങൾ നോക്കേണ്ട 2 ലെവൽ, 24,500 സപ്പോർട്ട്, 24,600 റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് യു ക്യാൻ സീ. സോ ഐ സീ യു ആഫ്റ്റർ ദ മാർക്കറ്റ്.